ഭാഷാ പഠനത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ മലയാള ഭാഷ എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണം എന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുമ്പ് CBSE സ്കൂളുകളിൽ അത് നിർബന്ധമായിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളിലും മലയാള ഭാഷ ഒരു നിർബന്ധമായി പഠിക്കേണ്ട വിഷയമാണ്. വാസ്തവത്തിൽ ആലോചിച്ചാൽ മലയാളികൾക്ക് കേരളത്തിൽ ജീവിക്കാൻ മലയാള ഭാഷ സ്കൂളിൽ പഠിക്കണമെന്നില്ല. ഭാഷയെ വളർത്താൻ വേണ്ടിയല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വളരാൻ വേണ്ടിയല്ലേ. ഞാനതിൻ്റെ ചിന്താഗതി ശരിയായോ ഇല്ലയോ എന്നൊന്ന് നോക്കുകയാണ്. നമ്മൾ വളരാനാണ് നമ്മൾ ഓരോ ഭാഷയും പഠിക്കുന്നത്. ഭാഷയെ വളർത്താൻ വേണ്ടി ഒരാൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ കാരണം. കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരാൾക്ക് മലയാള ഭാഷ അത്യാവശ്യം സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ കേരളത്തിന് വെളിയിലാണ് അയാൾ പോകുന്നത് എങ്കിൽ ഇത് അത്രയൊട്ട് അത്യാവശ്യവുമില്ല. എന്നാൽ കേരളത്തിന് വെളിയിൽ പോയാൽ ആവശ്യമുള്ള ഭാഷകൾ കുറേയുണ്ട്. അതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അതെല്ലാം സ്വയമായി പഠിക്കുന്നത് നല്ലതാണ്. മുമ്പ് കേരളത്തിന് വെളിയിൽ പോയാൽ മാത്രമേ തമിഴും ഹിന്ദിയും ഒക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രധാനമായ 2 ഭാഷയാണ് തമിഴും ഹിന്ദിയും. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കുറച്ച് നാൾ മുമ്പ് ഇവിടുത്തെ ജോലിക്കാർ മുഴുവൻ തമിഴന്മാരായിരുന്നു. അപ്പോൾ തമിഴ് ഭാഷ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും പാർലറിലൊക്കെ നിൽക്കുന്നത് തമിഴ് പെൺകുട്ടികളോ അല്ലെങ്കിൽ ഹിന്ദി പെൺകുട്ടികളോ ഒക്കെയാണ്. അവിടെ ചെന്ന് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് മലയാളത്തിലാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ കോനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് അവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ മുമ്പ് കേരളത്തിന് വെളിയിലാണ് മറ്റ് ഭാഷകൾ ആവശ്യമായിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലും ആ ഭാഷകൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ വരുന്നവർ ആ ഭാഷ പഠിച്ച് ഇവിടുത്തെ ആളുകൾക്ക് സേവനം ചെയ്യുന്നുണ്ടാവുമോ? വളരെ റെയറാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ഭാഷ പഠിക്കുന്നുള്ളൂ. എല്ലായിടത്തും ആവശ്യമുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയുണ്ടെങ്കിൽ ലോകം മുഴുവൻ വേണമെങ്കിൽ ചുറ്റിക്കറങ്ങാനായിട്ട് കഴിയും, ലോകത്തിലെവിടെയും സഞ്ചരിക്കാം. എന്നാൽ ചില ഭാഷകൾ ചില രാജ്യത്ത് ആവശ്യം വരും. ഇപ്പോൾ നഴ്സിംഗ് ജോലിക്ക് 20,000 വേക്കൻസി ഉണ്ട് ജപ്പാനിൽ. അവിടെ ഒരു നേഴ്സ് ഇവിടെ 20,000 പ്രൊഡക്റ്റുള്ളൂ. ആ പ്രൊഡക്റ്റ് മുഴുവൻ കൊടുത്താലും അവിടെ ഓരോ കൊല്ലവും പിന്നെ ആവശ്യം വരും. വളരെ ജോലി സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ നഴ്സുമാർക്ക്. അവിടെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും. ഇപ്പോൾ ജപ്പാനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജാപ്പനീസ് ഭാഷ പഠിക്കാം. ഫ്രാൻസിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ പോകുന്നവരുണ്ടാവും. ഫ്രാൻസിലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഫ്രഞ്ച് ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനൊരു പരിശീലനം എവിടെ കിട്ടും? സ്കൂളിൽ കിട്ടില്ല, കോളേജിൽ കിട്ടില്ല. ജർമ്മനിയിൽ ഒരുപാട് പേര് പോയി പഠിക്കുന്നുണ്ട്, ഇറ്റലിയിൽ ഒരുപാട് പേര് പോയി പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ആ ഭാഷകൾ അറിയണത് വളരെ നല്ലതാണ്. എന്തിന്? ഗൾഫ് രാജ്യങ്ങളിൽ എത്ര പേരാണ് പോകുന്നത്? അവിടെയൊക്കെ അറബി ഭാഷ അറിയാമെങ്കിൽ വളരെ നല്ല ജോലി കിട്ടാനും നല്ല സർവീസ് ചെയ്യാനും പറ്റും. അവർ പറയണത് നമുക്ക് മനസ്സിലാവും.
നമുക്ക് ആവശ്യമുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. അറബി ഭാഷ അറിയാതെ ഒരുത്തൻ അറബി നാട്ടിൽ പോയാൽ എന്താ ചെയ്യാം? അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. പിന്നെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ തെറ്റ് ചെയ്തു എന്നും വരാം. അതുകൊണ്ട് നമ്മൾ ഏത് നാട്ടിലെ ജോലിക്ക് പോകുന്നുവോ പഠിക്കാൻ പോകുന്നുവോ ആ നാട്ടിലെ ഭാഷ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു വിഷൻ എനിക്ക് വളരെ മുമ്പേ കിട്ടി. ഒരു 10-20 വർഷം ആയിട്ട് ഈ വിഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറ്റി പല സ്ഥലങ്ങളിലും പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരെണ്ണം തുടങ്ങാൻ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്നും വിചാരമില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ഒരുപാട് പേർക്ക് സേവനം കൊടുക്കാനായിട്ട് സാധിക്കും. അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് എങ്കിൽ അവിടെ ഒരു 3 മാസം കുട്ടികൾ വന്ന് താമസിച്ച് ഒരു കോഴ്സ് തുടങ്ങുകയാണ്. ഒരു 3 months. ആ 3 months കൊണ്ട് അത്യാവശ്യം സ്പോക്കൺ ലാംഗ്വേജ് കിട്ടും, അത്യാവശ്യം എഴുതാനും ഒക്കെ കിട്ടും, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഒരു 3 months കൊണ്ട്. ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിത് ചിലരോടൊക്കെ പങ്കുവച്ചു. അങ്ങനെ പങ്കുവച്ചതിൽ ഒരാളാണ് മാർ തൂങ്കുഴി പിതാവ്. തൂങ്കുഴി പിതാവിനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല ആശയമാണ്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കാം, മാഷ് തുടങ്ങിക്കോ. പക്ഷേ ജർമ്മൻ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, പിന്നെയും വേണ്ടേ. എനിക്ക് ഒരു ആത്മവിശ്വാസം തോന്നിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഒരു വ്യക്തിക്ക് അത് തുടങ്ങാനായിട്ട് പ്രയാസമാണ്. ഇത്തരത്തിലുള്ളൊരു ഭാഷാ പഠന സ്ഥാപനം ഒരു വ്യക്തിക്ക് തുടങ്ങാൻ പ്രയാസമാണ്. പക്ഷേ ഒരു കോൺഗ്രിഗേഷന് തുടങ്ങാൻ സാധിക്കും, എളുപ്പമാണ്. ഒരു രൂപതയ്ക്ക് തുടങ്ങാൻ പറ്റും, സിസ്റ്റർമാരുടെ കോൺഗ്രിഗേഷൻ. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കോൺഗ്രിഗേഷൻ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതേപ്പറ്റി ചിന്തിക്കാനും അവർ തുടങ്ങാനും വേണ്ടിയിട്ടാണ്. അനേക ലക്ഷങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, നാം ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് മറ്റുള്ളവർക്ക് എത്ര പേർക്ക് നന്മ വരുന്നു, അതാണ്. ഇത്രയേറെ നന്മ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മേഖല വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോൺഗ്രിഗേഷനിൽ അവർക്ക് മിക്കവാറും വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരിക്കും. പലരും അവിടെ പോയി പഠിച്ചവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഭാഷകളൊക്കെ അവർക്ക് തന്നെ അറിയാം. ഈയിടെ ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സിസ്റ്ററാണ്. അങ്ങനെയാണ് ഞാനും ആ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ആ സിസ്റ്ററിനെ കണ്ടത്, പരിചയപ്പെട്ടത്. അപ്പോൾ ആ സിസ്റ്റർ ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ ജർമ്മൻ പഠിക്കണം. അതിന് തൃശ്ശൂർ വന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് പോയാണ് പഠിച്ചത്. ജർമ്മൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തി കിട്ടിയിട്ട് വേണ്ടേ അത്. അങ്ങനെയാണ് അതിന് പകരം ഇങ്ങനെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കുട്ടികളൊക്കെ അവിടെ താമസിച്ച് പഠിക്കുകയാണ്. അവർ ജർമ്മനിയിലെ ജർമ്മൻ ഭാഷയിലെ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിയമം വെച്ചു. അവിടുത്തെ ടീച്ചർ, മെയ്ട്രൻ, ഇവരൊക്കെ വാർഡൻ, അവരൊക്കെ ജർമ്മനിയിൽ തന്നെയാണ്, ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ കുട്ടികൾക്കത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ടീച്ചിങ് ഫാക്കൽറ്റി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ തന്നെ ഒരു കൊല്ലം ഒരു അച്ഛനെയോ ഒരു സിസ്റ്ററിനെയോ ഏത് രാജ്യത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് അയച്ച് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരുന്നു. മാത്രമല്ല അവരുടെ കോൺഗ്രിഗേഷനിലൊക്കെ
ഫോറിൻ കോൺഗ്രിഗേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ആളുകളുണ്ടല്ലോ. ഒരു ഇറ്റലിക്കാരനാണെങ്കിൽ ഇറ്റാലിയൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് വലിയൊരു സേവനമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ ചാനലിലൂടെ ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് തുടങ്ങാനായിട്ട് ധൈര്യപ്പെടട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിന്ന് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ് നിങ്ങളോട് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെ പല അറിവും നേടിയെടുക്കാൻ കഴിയില്ല. പല രാജ്യത്തും പഠിക്കാനും ഒന്നും കഴിയില്ല. ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം. ലിറ്ററേച്ചറൊക്കെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആവും. എല്ലാ ലിറ്ററേച്ചറും പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നന്നായി പഠിക്കണം. നമ്മുടെ മക്കൾ ഇന്നത് പഠിക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൂ. ചില സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. മലയാളം പറഞ്ഞാൽ ഫൈൻ ചെയ്യും. അതൊക്കെ തെറ്റായ രീതികളാണ്. എനിക്കൊരു CBSE സ്കൂളുണ്ടായിരുന്നൊരു കാലമുണ്ട്. അവിടെ ഞാൻ ഒരു ദിവസം മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമാണ്. ഒരു മലയാളത്തിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ദിവസം ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് നിയമമാക്കി. ഫൈനൊന്നുമില്ല. മറിച്ച് സംസാരിച്ചാൽ ഫൈൻ അതൊന്നുമില്ല. പക്ഷേ ഇത് അവരുടെ ആവശ്യമാണ്. ഇന്ന് വീട്ടിലൊരു ജോലിക്കാരനെ കിട്ടുന്നത് ഒരു പക്ഷേ ഹിന്ദിക്കാരനാവും. അവനോട് വല്ലതും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയണം. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയിൽ ഒരു ദിവസം സംസാരിക്കണം, മലയാളത്തിലൊരു ദിവസം നിർബന്ധമായി. ബാക്കി ദിവസങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 8 കൊല്ലത്തോളം ഞാൻ ആ സ്ഥാപനം കൊണ്ടു നടന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഈ നിയമം അവിടെ നിലവിലിരുന്നു. ഇത് വളരെ നല്ല ഒരു രീതിയാണ്. എല്ലാ ഭാഷകളും അത്യാവശ്യം പഠിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ഒരു പരിശീലനം കിട്ടുന്നത് വളരെ നല്ലതാണ്. മറ്റ് ഭാഷകളൊന്നും പഠിപ്പിക്കാനായിട്ട് അവിടെ സാധിച്ചു എന്ന് വരില്ല. ജർമ്മനോ ഫ്രഞ്ചോ അതിനുള്ള ഫാക്കൽറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വേറെ ഇത്. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടും കുട്ടികളെ പ്രാപ്തരാക്കാൻ ഏത് സ്കൂളിലും സാധിക്കും. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു പോകുന്ന ആളാണ്. RHS തുമ്പൂർ എന്ന് പറയും. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ തെക്കറ്റത്തുള്ള ഒരു കുഗ്രാമത്തിലെ ഒരു സ്കൂളാണ്. അവിടെ എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാവരും തന്നെ ശാസ്ത്രനാമങ്ങളെല്ലാം മലയാളത്തിൽ പഠിപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് കൂടി പഠിപ്പിച്ചു തന്നിരുന്നു. എല്ലാ വാക്കുകൾക്കും ഇംഗ്ലീഷ് കൂടി പഠിപ്പിച്ചു തന്നിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ തേവര കോളേജിൽ ചെന്നു. അവിടെ മുഴുവൻ ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അന്നൊക്കെ ഇംഗ്ലീഷ് ഒഴിച്ച് ഒരു അക്ഷരം മറ്റ് ഭാഷമാർ പറയില്ല. മലയാള ഭാഷ മാത്രമേ അദ്ദേഹം പോലും ചിലപ്പോഴോ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുക. അന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിന് അത്രയും പ്രാധാന്യം. ഒരു അധ്യാപകനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് PT ചാക്കോ എന്നാണ്. അദ്ദേഹം എന്നെ 3-4 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരൊറ്റ വാക്ക് മാത്രമാണ്, അതും പറഞ്ഞില്ല അദ്ദേഹം, അത് ബോർഡും എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ എന്നുള്ളൊരു വാക്ക് അത് മാത്രം അദ്ദേഹം ബോർഡും എഴുതി. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞില്ല, ഇംഗ്ലീഷ് മാത്രം. അന്ന് അത്ര നന്നായിട്ട് ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇന്ന് അതൊക്കെ വളരെ കുറവാണ്. ഈ വർത്തമാനം പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഗ്രാമറോ ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈക്ക് ഹായ് ലൈക്ക് അങ്ങനെയൊക്കെ പറയുന്ന
ഒരു രീതിയാണ് അധികവും കണ്ടിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതും കുറവാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠനത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് അവലംബിക്കാവുന്നത്? ഇതാണ് ഞാൻ പ്രധാനമായും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പല മാർഗങ്ങളുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ഒന്നാമത്തേത്, ദിവസവും ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു 3 അല്ലെങ്കിൽ 5 വാക്കുകൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, സമയം കുറവാണെങ്കിൽ ഒറ്റ വാക്ക് പഠിച്ചാലും മതി. ആദ്യം തന്നെ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി മേടിക്കണം. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വാക്കെടുക്കുക. എ എന്നുള്ള ലെറ്റർ ഒരു വാക്കെടുത്തു. അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം എഴുതി ബുക്കിലേക്ക്, നോട്ട് ബുക്ക് വേണം, മലയാളം അർത്ഥം എഴുതി. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ആവില്ല. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ടെൻസും അതും ഇതുമൊക്കെ ഒന്നും ആവില്ല. ഞാൻ ഈയിടെ ഒരു സ്കൂളിലേക്ക് ഇംഗ്ലീഷ് ടീച്ചർമാരെ ഇൻ്റർവ്യൂ ചെയ്തു. 11 12ലേക്കും ഒരു ഇംഗ്ലീഷ് ടീച്ചറെ കിട്ടാനാണ്. അപ്പോൾ അത് ഇൻ്റർവ്യൂ നടത്തുന്ന ആ സ്കൂളിൻ്റെ അധികാരികൾ ചോദിച്ചു, മാഷ് വരുമോ എന്ന്. പല വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ ചെല്ലുമ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ഞാൻ അതിശയിച്ചു പോയി അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട്. ഒക്കെ എംഎക്കാരും സെറ്റ് കിട്ടിയവരുണ്ട്, നെറ്റ് കിട്ടിയവരുണ്ട്. എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ അധികം പ്രാവീണ്യമില്ല. അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇത് വലിയ ഒരു ഡ്രോബാക്കാണ്. നല്ല ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വളർന്നു വരണം, അവരെ വളർത്തിയെടുക്കണം. അപ്പോൾ ഒരു വാക്ക് എങ്കിലും ദിവസവും പഠിച്ചു. അർത്ഥം മാത്രം പഠിച്ചാൽ മതി. ഇനി റിവേഴ്സ് ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. മലയാളത്തിൽ ഒരു വാക്ക്, അതിന് ഇംഗ്ലീഷ്. വളരെ യൂസ്ഫുള്ളാണ്. ഒരു വാക്ക് പഠിക്കുക. ഒരു വാക്ക് എൻ്റെ മിനിമമാണ്. സമയമുണ്ട്, നിങ്ങൾക്ക് നല്ല പ്രാവീണ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 വാക്കെങ്കിലും പഠിക്കണം. 5 വാക്ക് പഠിക്കാൻ 10 മിനിറ്റേ വേണ്ടി വരുള്ളൂ. സ്പെല്ലിങ്, അർത്ഥം, അത് നൗണാണോ പ്രോനൗണാണോ, അങ്ങനെ വെർബാണോ, അതിനോട് അടുത്തതൊക്കെ അതിനകത്തുണ്ടാവും. അതും കൂടി ഒന്ന് നോക്കി 5 വാക്കിന് 10 മിനിറ്റ്, അത് കൂടുതൽ ഒരിക്കലും വരില്ല. ബുക്കിലേക്ക് എഴുതിയെടുക്കാനും കൂടി സമയം ചിലവഴിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഇംഗ്ലീഷ് പഠിക്കാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. റിവേഴ്സ് ഡിക്ഷണറി ഉപയോഗിച്ചൊരു 5 വാക്ക്, അപ്പോൾ 10 വാക്കായി. ഒരു കൊല്ലം 365 ദിവസം മുഴുവനുണ്ടല്ലോ, 66 ദിവസമുണ്ട് ചില കൊല്ലം. അപ്പോൾ ഇൻറ്റു 10, 3600 വാക്കുകൾ നമ്മൾ പഠിക്കും. അതിൽ ഒരു 10% നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പഠിച്ചത് മുഴുവനൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നത് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മുടെ വൊക്കാബുലറി എന്ന് പറയുന്നത്. ആ വൊക്കാബുലറി വളർത്തിയെടുക്കുക. നമ്മുടെ വൊക്കാബുലറിയിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു 300 വാക്ക് കൂടുതലാണ്. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വൊക്കാബുലറിയിൽ എത്ര വാക്കുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എഴുതി നോക്കണം, എന്നാലേ വൊക്കാബുലറിയിൽ എത്ര വാക്കുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ച് ഓർമ്മയിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ എടുത്ത് എഴുതി നോക്കിയാൽ എത്ര വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു 10% വാക്കുകൾ കേട്ടാൽ ഓർമ്മ വരുന്നതാണ്, അർത്ഥം മനസ്സിലാവും. എത്രമാത്രം അറിവ് നമുക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരും. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപേ നടക്കുന്നവരാവും. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ പറയേണ്ടായി, നിങ്ങൾ മുമ്പേ നടക്കുന്നവരാകണം, പിന്നിൽ നടക്കുന്നവരല്ല നിങ്ങളാവണ്ടേ. അപ്പോൾ ആ കുട്ടികൾ ഞങ്ങളുടെ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ് പോവുകയാണ്. 24-ാം തീയതി അവർ പോകും.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ മറ്റുള്ളവരുടെ മുൻപേ നടക്കുന്നവരാകണം. ഇങ്ങനെയൊക്കെ പഠിക്കുന്നവർ മറ്റുള്ളവരുടെ മുൻപേ നടക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നുവിടും. പല വാക്കുകളും അറിയാൻ പാടില്ലാത്തവർ വന്ന് നിങ്ങളോട് ചോദിക്കും, ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ നിങ്ങളോടൊരു കുട്ടി വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഓഫ് ഇമ്പോർട്ടൻസ് തോന്നില്ലേ? അത് വലിയ പ്രചോദനമല്ലേ? അങ്ങനെ ദിവസവും ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊന്ന്, ബൈബിൾ, മലയാളം ബൈബിൾ ആദ്യം വായിക്കുക, ഒരു പാസേജ്. അതേ പാസേജ് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുക, അർത്ഥം നന്നായിട്ട് മനസ്സിലാവും. മൂന്നാമതൊന്ന്, ഒരു പത്രത്തിലൊരു ന്യൂസ് വായിക്കുക, മലയാളം പത്രത്തിൽ. അതേ ന്യൂസ് ഇംഗ്ലീഷ് പത്രത്തിൽ വായിക്കുക. നാലാമതൊന്ന്, ഒരു ന്യൂസ് മലയാളം ചാനലിൽ കേൾക്കുക, അതേ ന്യൂസ് ഇംഗ്ലീഷ് ചാനലിൽ കേൾക്കുക. ഇത് വളരെ നല്ല ഒരു ചാനലിൽ ന്യൂസ് നമ്മൾ കേൾക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ കുട്ടികൾ ന്യൂസൊന്നും അല്ലല്ലോ കേൾക്കുന്നത്. ടി വി അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ ന്യൂസ് ഇന്ന് കിട്ടും. ഇന്നത്തെ ന്യൂസ് നാളെ പത്രത്തിൽ വരുന്നത് ഇന്ന് നിങ്ങൾ ടി വിയിൽ കിട്ടും. പണ്ട് തൃശ്ശൂരൊരു പത്രം ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഗോമതി എന്നാണ്. ഗോമതി ഒരു 3 മണിക്കൊക്കെ 4 മണിക്കൊക്കെ ഇറങ്ങും. ഞാൻ എൻ്റെ SSLC റിസൾട്ട് തൃശ്ശൂർ വന്നാണ് അറിഞ്ഞത്. 33 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് അറിഞ്ഞു. റിസൾട്ട് പബ്ലിഷ് ചെയ്യണ അന്ന് തന്നെ ഗോമതി പത്രത്തിൽ നിന്ന് അറിഞ്ഞു. വിളിച്ചു പറയുക, നാളത്തെ ഗോമതി, നാളത്തെ ഗോമതി എന്നാണ്. അപ്പോൾ നാളെ വരുന്ന ന്യൂസ്, പത്രത്തിൽ വരുന്ന ന്യൂസ് നമുക്ക് ഇന്ന് ടി വിയിൽ കിട്ടും. അപ്പോൾ ഈ 2 ന്യൂസുകളും കേൾക്കുക. 4ആയി. അഞ്ചാമതൊന്ന്, ഈ ഭാഷയിൽ സംസാരിക്കുക. ഈ ഭാഷയിൽ വേണം സംസാരിക്കാൻ. ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് പ്രാവീണ്യം വേണ്ടേ ആ ഭാഷയിൽ സംസാരിക്കാൻ. ഇംഗ്ലീഷിൽ കുട്ടികൾ തമ്മിൽ തീരുമാനിക്കുക, ഞാൻ ഇംഗ്ലീഷിലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞ് നല്ല പരിചയം വരും. ഈ മാർഗങ്ങളിലൂടെയൊക്കെ. പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഇംഗ്ലീഷിൽ എഴുതുക, എന്തെങ്കിലും എഴുതുക. ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. അതുപോലെ ഇംഗ്ലീഷ് വായിക്കുക. വായിക്കുമ്പോൾ ഡിക്ഷണറി അടുത്ത് വയ്ക്കുക. അറിയാൻ പാടില്ലാത്ത ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കുക. എന്നിട്ട് അത് അവിടെ ആ വാക്കിൻ്റെ മുകളിൽ എഴുതിയിടുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഈ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് ഭാഷ സ്വന്തമായാൽ നിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ വലിയ ആ വാതായനങ്ങളൊക്കെ തുറന്ന് ഇടുകയാണ്. ആശയവിനിമയത്തിൻ്റെ ആ അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടും. അങ്ങനെ വലിയവരാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.